എൻ്റെ മാമന്മാരാണ് ഇത് ചെയ്തത്. എൻ്റെ മമ്മീനെ കൊന്നതാണ്. എന്നോട് വന്ന് ചോദിച്ചതാണ് ഈ കുട്ടീനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. ചിരിച്ചുകൊണ്ട് തന്നെ അവരെല്ലാം ഒരുമാതിരി ആക്കി. ഇത് രാജസ്ഥാൻകാരിയായ ശിവാനി. പ്രതിസന്ധികളോട് പൊരുതി ജയിക്കണമെന്ന് പഠിപ്പിച്ച കൊയിലാണ്ടിക്കാരനായ ടി.പി. കോയസൻ ഇവർക്കിട്ട പേര് മുംതാസ് മുഹമ്മദ് എന്നായിരുന്നു. രാജസ്ഥാനിൽ നിന്നും പറിച്ചെറിയപ്പെട്ട് ഇങ്ങ് കേരളത്തിലെത്തി പേരാമ്പ്രയുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് പേരാമ്പ്രക്കാരിൽ ഒരാളായി മാറിയ ഇവർ ഇന്ന് അറിയപ്പെടുന്നതാവട്ടെ മറ്റൊരു പേരിലും, ഡയാന ലിസി. പൊള്ളുന്ന വേഷങ്ങൾ ആടിച്ചേർക്കാൻ വിധിക്കപ്പെട്ട പെണ്ണൊരുത്തി. ബാല്യകൗമാരങ്ങൾ സമ്മാനിച്ച വേദനകളെ ഊർജ്ജമാക്കി സഹജീവി സ്നേഹവും കരുണയും കരുതലുമായിരിക്കണം ജീവിതമെന്ന മഹത്തായ സന്ദേശം പ്രവൃത്തിയിലൂടെ കാണിച്ചു തരികയാണ്. സ്വത്ത് കൈക്കലാക്കാൻ ആസദഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അമ്മാവന്മാരിൽ നിന്നും രക്ഷപ്പെട്ടാണ് ശിവാനി അച്ഛനൊപ്പം രാജസ്ഥാനിൽ നിന്നും വണ്ടി കയറുന്നത്. ഇല്ലെങ്കിൽ അമ്മയെ കൊലപ്പെടുത്തിയ പോലെ അവർ തന്നെയും കൊല്ലും. ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ല. എവിടെയെങ്കിലും പോയി ഭിക്ഷയെടുത്ത് ജീവിക്കാമെന്ന തീരുമാനത്തിലാണ് വണ്ടി കയറുന്നത്. ആ തീവണ്ടിയിലെ ടിക്കറ്റ് എക്സാമിനർക്ക് ആസിഡ് ആക്രമണത്തിൽ ഉരുകിയൊലിച്ച കഴുത്തുമായി കയറിയ പെൺകുട്ടിയോട് തോന്നിയ ദയയായിരുന്നു സുരക്ഷിതമായ ഒരിടത്ത് ഇറങ്ങണമെന്ന നിർദ്ദേശം. ഒടുവിൽ എത്തിപ്പെടുന്നതാവട്ടെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലും. അപരിചിതമായ ആ നഗരത്തിൽ പകൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ പെറുക്കുകയും രാത്രി കടത്തിണ്ണകളിൽ ഉറങ്ങുകയും കഴിച്ചുപോയി. കൊയിലാണ്ടി പട്ടണത്തിൽ ലോഡ്ജ് നടത്തിയിരുന്ന ടി.പി. കോയസന് കടത്തിണ്ണയിൽ പെൺകുട്ടി ഉറങ്ങുന്നത് കണ്ട് സങ്കടം തോന്നുന്നു. ആ ദയയിൽ കിടക്കാനൊരിടവും കഴിക്കാൻ ഭക്ഷണവും വസ്ത്രങ്ങളും കിട്ടുന്നു. ആ സൗകര്യങ്ങൾ അധികം നാൾ നീണ്ടുനിന്നില്ല. കോയസിന്റെ മരണത്തോടെ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു. പിന്നീട് എത്തിപ്പെടുന്നത് കുറ്റ്യാടി പട്ടണത്തിൽ. പഴയ സാധനങ്ങൾ പെറുക്കി വിറ്റ് കിട്ടുന്ന തുച്ഛമായ കൂലി. അവിടെ വെച്ച് പരിചയപ്പെട്ട പഞ്ചായത്ത് ലൈബ്രറിയിലെ പാർട്ട് ടൈം സ്വീപ്പറായിരുന്ന ഗോപാലേട്ടൻ്റെ സംരക്ഷണം തെല്ലൊരാശ്വാസം നൽകി. ഗോപാലേട്ടൻ അവിടെ നിന്നും പോയതോടെ വീണ്ടും ദുരിത ജീവിതത്തിലേക്ക്. പിന്നീട് വീട്ടുജോലിക്കായി പല വീടുകളിൽ. കുറ്റ്യാടിയിലെ ജമീല ടീച്ചർ മലയാളം വായിക്കാൻ പഠിപ്പിച്ചു. കുറ്റ്യാടിയിൽ ചെരുപ്പ് തുന്നുന്ന ഇബ്രാഹിക്കയെ പരിചയപ്പെട്ടതാണ് ജീവിതം മാറ്റിമറിക്കുന്നത്. ഇബ്രാഹിക്കയാണ് ചെരുപ്പ് തുന്നുന്നതും പൊട്ടിയ ബക്കറ്റൊട്ടിക്കുന്നതും പഠിപ്പിച്ചത്. ബക്കറ്റൊട്ടിച്ച് വീടുകൾ തോറും കയറിയിറങ്ങി ഒടുവിൽ പേരാമ്പ്രയിലെത്തി. ഇതിനിടയിൽ അച്ഛൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് താമരശ്ശേരിയിലേക്ക് പോയി. പേരാമ്പ്ര അങ്ങാടിയിൽ അടച്ചിട്ട കടകൾക്ക് മുന്നിലിരുന്ന് ചെരുപ്പുകൾ തുന്നാൻ തുടങ്ങി. കടവരാന്തയിലായിരുന്നു ഉറക്കം. ഒരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോൾ 2 പേർ ചേർന്ന് എടുത്തുകൊണ്ട് പോകാൻ നോക്കി. ബഹളം വെച്ചപ്പോൾ ആരൊക്കെയോ ചേർന്ന് രക്ഷിച്ചു. അവിടെ എത്തിയ പോലീസുകാരുടെ നിർദ്ദേശത്താൽ സ്റ്റേഷന് മുന്നിലുള്ള കടവരാന്തയിലായി പിന്നീടുള്ള ഉറക്കം. എന്നാൽ പോലീസ് സ്റ്റേഷൻ മറ്റൊരിടത്തേക്ക് മാറ്റിയപ്പോൾ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു. പിന്നീട് ഒരു വാടക വീട്ടിലേക്ക് മാറി. തെരുവിൽ അന്തി ഉറങ്ങുന്ന കാലത്തും ചെരുപ്പ് തുന്നി കിട്ടുന്ന തുച്ഛമായ തുകയിൽ നിന്നും ഒരു വിഹിതം പാവപ്പെട്ടവർക്കായി നൽകിയിരുന്നു. പേരാമ്പ്ര പട്ടണത്തിൽ നിന്ന് കളഞ്ഞു കിട്ടിയ 82,000 രൂപയും 1.5 പവന്റെ മാലയും അടങ്ങിയ ബാഗ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതോടെയാണ് ലിസി പത്രവാർത്തകളിൽ ഇടം നേടുന്നത്. ലിസിയുടെ സത്യസന്ധതയിൽ കൂത്താളിയിലെ മണിയോത്ത് നാരായണന്റെ സ്വർണവും പണവുമാണ് തിരികെ ലഭിച്ചത്. എല്ലാ അധ്യയന വർഷങ്ങളുടെയും ആരംഭത്തിൽ വെൽക്കാര സ്കൂളിൽ പഠനോപകരണങ്ങൾ നൽകും. ദയാ പാലിയേറ്റീവ് കേന്ദ്രത്തിൽ തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്യും. ഇന്ന് നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പണിതു നൽകിയ വീട്ടിലാണ് ഡയാന ലിസി താമസിക്കുന്നത്. അരക്ഷിതത്വത്തിന്റെ ആശങ്കയിൽ നിന്നും സുരക്ഷിതത്വത്തിന്റെ തണലിലായതിന്റെ ആശ്വാസമുണ്ട്. സ്വപ്നങ്ങളുണ്ട്. വീടില്ലാത്തവർക്കായി വീട് പണിതു കൊടുക്കണം. ചെരുപ്പ് തിന്നുമ്പോൾ മഴയും വെയിലും കൊള്ളാതെ ഇരിക്കാവുന്ന ഒരിടം സ്വന്തമാക്കണം. എൻ്റെ പേര് ശിവാനി പട്ടേൽ എന്നാണ്. എൻ്റെ സ്വന്തം നാട് രാജസ്ഥാനാണ്. എൻ്റെ മമ്മീൻ്റെ പേര് ശിവകാമി എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ശിവദാസ് പട്ടേൽ എന്നാണ്. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് വന്നത് ഭയങ്കര സങ്കടത്തിലൊക്കെയാണ് ഞാൻ വന്നത്. ആദ്യം വന്നത് തന്നെ കൊയിലാണ്ടിയാണ്. എനിക്കൊരു അപകടം പറ്റിയിട്ടുണ്ട്. എൻ്റെ മാമന്മാരാണ് ഇത് ചെയ്തത്. സ്വത്തിന് വേണ്ടി ചെയ്തതാണ്. എൻ്റെ കൈത്തിൽ ആസിഡ് പറഞ്ഞ് പ്രേമിപ്പിച്ചതാണ്. എൻ്റെ മമ്മീനെ കൊന്നതാണ്. അങ്ങനെയാണ് നാട് വിട്ട് വരാൻ കാരണം. ആദ്യം ആ സ്റ്റേജിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ വന്നിറങ്ങിയത് കൊയിലാണ്ടി. ഞാനും അച്ഛനും വന്നിറങ്ങിയത് കൊയിലാണ്ടിയിലാണ്. പിന്നെ ഈ മലയാള ഭാഷകളൊന്നും അങ്ങനെ എനിക്ക് പെട്ടെന്നൊന്നും അറിയില്ല. ഇപ്പോൾ കുറച്ചൊക്കെ മലയാളം പഠിച്ചു വരുന്നുണ്ട്. കുറച്ചൊക്കെ അറിയാം. ആദ്യം വന്ന കുറേ കഷ്ടപ്പാടുകളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി കഷ്ടങ്ങൾ. കൊയിലാണ്ടിയിൽ നിന്നാണ് ഞാൻ കാർഡ്ബോർഡ് വറുക്കൽ, കുപ്പികൾ വറുക്കൽ, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജോലിയായിരുന്നത്. പിന്നെ ബസ്സിൽ കയറിയിട്ട് എനിക്കറിയുന്ന ഏതെങ്കിലും തൊഴിലൊക്കെ ചെയ്ത് പേനയെല്ലാം വിറ്റിട്ടാണ് ജീവിച്ചത്. അങ്ങനെയാണ് കൊയിലാണ്ടിയിൽ ഒരാൾ എന്നെ എടുത്ത് വളർത്തിനും ടി.പി. കോയസൻ പറഞ്ഞ ഒരാളായിരുന്നു. അയാൾ ഞാൻ
കൊയിലാണ്ടിയിലെ വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്നു അയാൾ. TP കോയസൻ എന്ന പേര്. അപ്പോൾ ഇങ്ങനെ ഞാൻ റോട്ടിൽ കിടന്നുറങ്ങണ കണ്ടിട്ട് ഒരു ദിവസം അയാൾ വന്ന് ഈ കുട്ടീനെ എൻ്റെ അച്ഛനോട് വന്ന് ചോദിച്ചാണ് ഈ കുട്ടീനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അങ്ങനെ അയാൾ എന്നെ കൊണ്ടുപോയതാണ്. ഐസ് പ്ലെയിൻ റോഡ്, അവരുടെ വീട് അവിടെയാണ്. അയാൾക്ക് സബർ ലോഡ്ജൊക്കെ ഉണ്ട്. പിന്നെ അയാൾ ബാത്റൂമിൻ്റെ താക്കോൽ കൊടുക്കലാണ് എനിക്കൊരു പണി തന്ന് ആദ്യമായിരുന്നു ഞാൻ ജോലി ചെയ്തത്. പിന്നെ അയാൾ മരണപ്പെട്ട് മീണ്ടിയാണ് എനിക്ക് എവിടെ പോകാമെന്ന് അറിഞ്ഞൂടാ. ഇത് പേരാമ്പ്രയാണെന്ന് എനിക്കറിയില്ല. പേരാമ്പ്ര ഒരു ബസ് സ്റ്റാൻഡിലൊന്നും ഞാൻ ഇറങ്ങിയില്ല. ഞാനും അച്ഛനും ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് കിടന്നുറങ്ങൽ. അന്ന് റോഡ് സൈഡെല്ലാം പോയിട്ട് ബക്കറ്റ് അടക്കലുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ബക്കറ്റ്, പാൻസിക്കാതിൽ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കുറേ കാലം ജീവിച്ചത്. പിന്നെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് കിടന്നുറങ്ങിയത്. പിന്നെ ഒറ്റേറെ അനുഭവങ്ങളുണ്ട് എനിക്ക്. നമ്മളെ ഓട്ടോറിക്ഷയെല്ലാം പോകുന്ന സമയത്തൊക്കെ ഇപ്പം എന്തായിരുന്നാലും തിരക്കില്ല. ആദ്യമെല്ലാം ഞാൻ ഭാഷകളൊന്നും അറിയാത്ത സമയത്തൊക്കെ റോട്ടുമ്പോൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ചില വണ്ടികളിലൊക്കെ വിളിച്ചാൽ വേറെ ആരെങ്കിലുമൊക്കെ നല്ലൊരു സ്ത്രീകളൊക്കെ ഇരിക്കുന്നുണ്ട്. സ്ത്രീകൾ പറയും നീ ചെരുപ്പ് കുത്തിയല്ലേ, നീ ഞങ്ങളെ വണ്ടി കയറരുത്. കുറേ അനുഭവങ്ങളുണ്ടായിരുന്നു. അതേമാതിരി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് കിടന്നുറങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ അവരെല്ലാം ഒരുമാതിരി ആക്കി. ചില ആൾക്കാർക്കൊക്കെ ഓരോരോ ഡോസ് കൊടുത്ത് വിട്ടിട്ടുണ്ട്, സൂചി, കുറേ കാര്യങ്ങൾ. അതിൻ്റെ ശേഷമാണ് ഞാൻ പാലിയേറ്റീവിൽ വളണ്ടിയറായത്. പാലിയേറ്റീവിൽ വളണ്ടിയറായിട്ട് കുറേ ക്യാൻസർ രോഗികൾ, കിടപ്പിലായ രോഗികൾ, മാനസിക രോഗികൾ, ഇവരെ ഞാൻ ഹോം കെയർ പോകാറുണ്ട്. അവർക്ക് മരുന്ന് കൊണ്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത ദിവസം സാന്ത്വനം പാലിയേറ്റീവിൽ ഒരു വീൽ ചെയർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതേപോലെ വാട്ടർ ബെഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരെ വീട്ടിലാണ് കൊണ്ടുപോയി കൊടുത്തത്, കോടയിച്ചാൽ. പിന്നെ ഇങ്ങനെ പോകുന്നു. അന്നേരം ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടേനു. പിന്നെ ഇത് ആർക്കും അറിയാണ്ട് തന്നെയാണ് ഞാൻ വെച്ചത്. ഇതാരും അറിയാണ്ടിരിക്കട്ടെ എന്നതാണ് ഇരുന്നത്. അപ്പോൾ 2014 എനിക്കൊരു പൈസ വീണ് കിട്ടി. അവിടെ നിന്നാണ് ഒരു ചെറിയ ദശാമല്ല ചെറിയൊരു ഫോട്ടോയെല്ലാം വന്ന്. ഫൈൻ ഗോൾഡാണ് ഉദ്ഘാടനം, ആദ്യ വിൽപ്പനയും ഫൈൻ ഗോൾഡിലെ. പക്ഷേ ഇപ്പം കിട്ടിയതിന് തർക്കമില്ല. ഇപ്പം തന്നെ നമ്മളെ പഞ്ചായത്തിലെ പ്രമോദ് തൽക്കാലം അവിടെ ഇരിക്കാം. പക്ഷേ മയത്താണ് ഇരിക്കാൻ പറ്റാത്തത്. ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ലോക്കറ്റിങ് വെച്ചാൽ കുറച്ച് 2-3 ആൾക്കാരെ സഹായിക്കണം, അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം, ആ ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. എന്നെക്കൊണ്ട് കഴിഞ്ഞത് ഞാൻ സഹായിക്കും. കുറച്ച് കാലമായിട്ട് വരുമാനം കുറവാണ്. അതേപോലെ നല്ല നാട്ടുകാരാണ്. കേരളത്തിലുള്ള ആൾക്കാർ വന്നാൽ ഞാൻ രക്ഷപ്പെട്ട്. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി എനിക്ക് വീട് വെച്ച് തന്നിട്ടുണ്ട്. നമ്മളെ നെച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളും പിന്നെ പൊതുജനങ്ങളും എല്ലാവരും കൂടിയിട്ട് എനിക്ക് വീടുണ്ടാക്കി തന്നിട്ടുണ്ട്.